ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, ചെന്ന് കൈ കഴുകിയിട്ട് വന്ന് ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയും. അത് മോളെ, ഫിദ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. മനസ്സിങ്ങനെ നോവുമ്പോ ആരോടാ എന്താ പറയാന്നൊന്നും അറിയില്ല. സാരമാക്കണ്ട തിരുമേനി. ഞാൻ വന്ന് പരമേശ്വരൻ സാറിനെ കണ്ടോളാം. വേണ്ട തിരുമേനി, വാക്കുകൾ നഷ്ടപ്പെട്ട് പരസ്പരം നോക്കി നിന്നിട്ട് എന്താ കാര്യം? വേണ്ട, ഞാൻ ഫോൺ വെക്കുക. തിരുമേനി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. അതിനൊരു ഫലം ഉണ്ടാകട്ടെ. എന്തായിരിക്കും? അമ്മയുടെയും പ്രിയങ്കമ്മയുടെയും കാര്യം തന്നെ. ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുടുംബം എത്ര പ്രധാനമാണെന്നറിയാലോ. രാജകീയമായി ജീവിച്ച ഒരു കുടുംബം, ഒന്നിനും ഒരു കുറവുമില്ല. ആളുകൾക്ക് എല്ലാവരോടും ബഹുമാനം. അവിടെ നിന്ന് ഇറങ്ങി എല്ലാ അടുക്കളകളിലും കണിമംഗലത്തെ പരിഹസിക്കുന്നവരേ ഉള്ളൂ. അതാ നമ്മളെ കൊണ്ട് അവർക്കുണ്ടായ ഗുണം. അപ്പോ ഫോണില്ലേ? ഈ മനസ്സോടെ പോയാൽ ശരിയാവില്ല. വിളിച്ചു പറയാം. മുടക്കങ്ങൾ പുത്തരിയല്ലല്ലോ. എല്ലാം മുടങ്ങട്ടെ, എല്ലാം നശിക്കട്ടെ. ഇതെന്താ ഭക്ഷണം കഴിക്കാൻ ഒരു മടി? വേണ്ടാന്ന് പറഞ്ഞല്ലോ, കുറച്ച് കഴിയട്ടെ അടുത്തേ. ഇത് തന്നെ രാധികയും പറഞ്ഞിട്ട് പോയത്. രാധികയെ വിളിക്കുമ്പോ ഞാൻ പറയാം. അയ്യോ, അവളോട് പറയണ്ട. പിന്നെ വിഷമവും സങ്കടവും ഒക്കെ ആയിരിക്കും. അത് കേൾക്കുമ്പോ പിന്നെ എനിക്ക് വിഷമവും. ചെന്ന് വേഷം മാറിക്കോ. എടുത്തത് ആരാന്ന് നോക്കിയേ. അതിന്റെ ഒരാവശ്യമില്ല. അത് മോള് തന്നെയായിരിക്കും. പോ. അയ്യോ മോളാ, വേഗം പോ. ഇതെന്താ, ഒരു ചുമടുണ്ടല്ലോ. പിന്നെ വെറുതെ വന്ന രോഗിയെ കാണാൻ പറ്റോ? ഞാനേ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഭക്ഷണം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ മോളെ. പിന്നെന്തിനാ മോള് ബുദ്ധിമുട്ടിയത്? ഇതങ്ങനെ സാധാരണ ഭക്ഷണമൊന്നും അല്ല. കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്തതാ. ഫിദ മാഡത്തിന് സ്പെഷ്യൽ. അല്ല, എവിടെയാ ആള്? ഞാൻ ഫിദ വിളിക്കാവേ. മോളകത്തേക്ക് കയറി വാ. ഫിദ, ഫിദ, ഫിദ. ദേ, ഒരു ചുമട് സാധനങ്ങളുമായിട്ടാ മോള് കാണാൻ വന്നിരിക്കുന്നെ. മോളെ, ഇപ്പൊ എങ്ങനെയുണ്ട്? നന്നായിട്ട് ഉറങ്ങിയല്ലോ അല്ലേ? ഉറങ്ങി മോളെ. ഉണ്ടാവില്ല. അതിനിടയിൽ എന്നെ കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ പറയാഞ്ഞിട്ടാണെന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് പിന്നെ വേറെ എന്താ ഉള്ളത്? എന്ത് സ്വപ്നം കണ്ടാലും അതിൽ നീ ഉണ്ടാവും. ഇന്നലെ രാത്രിയിലും ഇന്ന് വെളുപ്പിനും ഒരുപാട് നേരം ഞാൻ പൂജാമുറിയിലിരുന്നു. കുറെ നേരം പ്രാർത്ഥിച്ചു, കുറെ കരഞ്ഞു. അതെന്തിനാ? കണ്ണൻ ചതിച്ചതാ. കരയിപ്പിച്ച് മതിയാവട്ടെ. എനിക്ക് വേണ്ടി എന്റെ ഫിദാമ്മയുടെ എത്ര വേദന സഹിച്ചതാ. അതെങ്കിലും ഒഴിവാക്കി തരാമായിരുന്നല്ലോ. ആ വെടിയുണ്ട എന്റെ ദേഹത്ത് കൊണ്ടാ മതിയായിരുന്നു.
ഏറ്റതും ഓപ്പറേഷനും ഒക്കെ സഹിച്ചു. പക്ഷെ മോൾ ഈ പറഞ്ഞത് അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അതെ, ചെന്ന് കൈ കഴുകിയിട്ട് വന്ന്. ഞാൻ ദേ കുറച്ച് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയും. അത് ആഹ്, മോളെ ഫിദ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. അതെ മോളെ, വയറ് നിറച്ച് കഴിച്ചു. നീ അമൃതയോട് നിർബന്ധം പറഞ്ഞിരിക്കല്ലേ നന്നായിട്ട് ഭക്ഷണം കഴിപ്പിക്കണമെന്ന്. അപ്പൊ പിന്നെ എങ്ങനെയാ വീണ്ടും കഴിക്കുന്നേ? കഷ്ടമല്ലോ, വിളിച്ചു പറയാതിരുന്ന എന്റെ മണ്ടത്തരം. എന്നാല് ഇതൊന്ന് ടേസ്റ്റ് നോക്കെങ്കിലും ചെയ്യും. ഇപ്പൊ ഗുളിക കഴിച്ചതേ ഉള്ളൂ മോളെ. എന്തിനാ ടേസ്റ്റ് ചെയ്യുന്നേ? എല്ലാം നന്നായിരിക്കും എനിക്ക് അറിഞ്ഞൂടെ. അമൃത, ഇന്ന് ഉച്ചയ്ക്കൊന്നും വേണ്ട. ഞാൻ മോളുണ്ടാക്കി കൊണ്ടുവന്നത് കഴിച്ചോളാം. രാവിലത്തെ ഭക്ഷണത്തിന് ഉണ്ടാക്കിക്കൊണ്ടെന്നാണോ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് ഉച്ചയ്ക്കുള്ളത് ഉണ്ടാക്കിക്കൊണ്ടെന്നാലോ? വേണ്ട കുട്ടി. മോൾക്ക് വിഷമായോ? വിഷമായിട്ടെന്താ? വയറ് നിറഞ്ഞിരിക്കുന്ന ആളെ കൊണ്ട് നിർബന്ധിക്കാൻ പറ്റുമോ? എന്നാ ഞാൻ പോയിക്കോട്ടെ മാഡം. ഉച്ചയ്ക്കുള്ളത് ഉണ്ടാക്കാനൊന്നും അല്ലല്ലോ അല്ലേ? അല്ല, അവിടെ കുറച്ച് തിരക്കുണ്ട്. ഞാൻ പോയിട്ട് വരണമായിട്ട് വൈകുന്നേരം ഒന്നിച്ചിറങ്ങാം. മുറിവ് 2 ദിവസത്തിനുള്ളിൽ കരിയുമായിരിക്കും അല്ലേ? പക്ഷെ അകത്ത് എന്താ സ്ഥിതി എന്ന് എനിക്കറിയില്ലല്ലോ. ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇനി അതാലോചിച്ച് വിഷമിച്ചിരിക്കണ്ട. പെട്ടെന്ന് തന്നെ സുഖാവും. ഞാൻ ഇറങ്ങട്ടെ. അമൃത മാഡം, നോക്കിക്കോണേ. പിന്നെ നോക്കാതെ. ഇല്ലെങ്കി ഇപ്പൊ ചീത്ത പറയാൻ ഒരാളുണ്ടല്ലോ. ശരി മോളെ. ഞാൻ വിട്ടിട്ട് വരാം. എന്തു പറ്റി?